ബി.ജെ.പി കൗൺസിലർ ആർ. സുഗതന് അവധി നൽകിയതുമായി ബന്ധപ്പെട്ട് 6 മാസം അവധി നൽകിയത് അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ചിത്ര പി. അരുണിമയെ സസ്പെൻഡ് ചെയ്തു. എന്തിനാണ് ഈ ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുന്നത്? ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു സസ്പെൻഷൻ? തീർച്ചയായും അത് തന്നെയല്ലേ അതിൽ നിന്ന് വെളിപ്പെടുന്ന കാര്യം. നിയമപരമായിട്ട് ഒരു നോട്ട് എഴുതി മുന്നോട്ട് അയക്കുമ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് മന്ത്രിയുടെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥയെ പ്രേരിപ്പിക്കുന്നു. അതിന് വഴങ്ങാത്തവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് UO എന്ന് പറയും, അൺഒഫീഷ്യൽ നോട്ട്. അത് എല്ലാ ഫയലുകളിലും വരാറുള്ളതാണ്. മിക്കവാറും ഉദ്യോഗസ്ഥരെല്ലാം ഇതിനെ പറ്റിയുള്ള വിശകലനങ്ങളെല്ലാം തന്നെ ആ മാർജിനിൽ രേഖപ്പെടുത്തിയാണ് പോകാറുള്ളത്. ഒരു ഫയലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ, നിയമപരമായ ക്ലാരിറ്റി വേണമെങ്കിൽ ഇതെല്ലാം ഫയലിൽ നോട്ട് ചെയ്യും. അത് അൺഒഫീഷ്യൽ കമൻ്റ് ആയിട്ടില്ലെങ്കിൽ അത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അത് സർവ്വസാധാരണമാണ് നമ്മുടെ ഉദ്യോഗസ്ഥ മേഖലയിലെല്ലാം തന്നെ. അങ്ങനെ ഒരു വസ്തു അവിടെ ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? നിയമപരമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് വിശകലനം അതിൻ്റെ വശത്ത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇത് പോകുമ്പോഴത്തേക്ക് ഇത് അംഗീകരിക്കപ്പെടും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു നോട്ട് ഇന്ന ഉദ്യോഗസ്ഥൻ ചെയ്തിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യാതെ വരും. അതായത് ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ ഇടയ്ക്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, എൻ്റെ അടുത്തേക്ക് ഒരു ഫയൽ വന്നു. അപ്പോൾ ഞാൻ പറയുന്നു ഇന്ന തീരുമാനം എടുക്കാനാണ് എന്ന് നമുക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറ്റെവിടെന്നെങ്കിലും നിർദ്ദേശം കിട്ടുന്നു. ഈ നിർദ്ദേശത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്, നിയമപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടാൽ എനിക്കത് നോട്ട് എഴുതാൻ പറ്റും. അത് അൺഒഫീഷ്യലായിട്ടുള്ള നോട്ട് എഴുതാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിയമപരമായിട്ട് നമുക്ക് മാത്രമല്ല ബാധ്യതയുള്ള, ആഭ്യന്തര വകുപ്പിന് കൂടി ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ള ഒരു അധികാര പരിധിയുണ്ട്. അത്തരത്തിലുള്ള കാര്യമാണ്. കാരണം പോലീസ് കേസെടുത്തിരിക്കുന്നതാണ്, കാപ്പ ചുമത്തിയിരിക്കുന്നതാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അതാണ് അവർ ചെയ്ത കുറ്റമായിട്ട് കണക്കാക്കുന്നത്. അവർ പറഞ്ഞ രീതിയിലേക്ക് സുഗതൻ്റെ ഈ പറയുന്ന അവധി നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട ഫയലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ മന്ത്രിയുടെ അധികാരം അതിനകത്ത് വളരെ പരിമിതമാണ്. ആ പരിമിതമായിട്ടുള്ള അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥ തയ്യാറാകാത്തതും ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുന്നു. ഇതിനകത്ത് പല പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്ത്രീ വിരുദ്ധതയുടെ വശമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്തയുടെ കൂടി ഫലമാണ് ഡോക്ടർ ചിത്ര പി. അരുണിമ എന്ന് പറയുന്ന 6ാം റാങ്ക് വാങ്ങിച്ച് 2ാം സ്ട്രീമിലെ KS പരീക്ഷ പാസ്സായി വന്ന ഒരു ഉദ്യോഗസ്ഥ ഒരു സ്ത്രീയോട് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വലിയ ഒരു തെറ്റാണത്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു IAS കാരനോ IPS കാരനോ സസ്പെൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ കടമ്പകളുണ്ട് ഇവിടെ? കൃത്യമായി ചട്ടം പാലിച്ചിരിക്കണം, വ്യക്തമായിട്ടുള്ള അതിനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളെ സമീപിക്കാൻ പറ്റും. ഡോക്ടർ ചിത്ര പി. അരുണിമയ്ക്കും അത് ചെയ്യാൻ സാധിക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ KS എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ കീഴിൽ വന്നതായതുകൊണ്ട് ഇവരെന്തോ 2ാം തരം ആൾക്കാരാണ്. സിവിൽ സർവൻസിൽ മറ്റേ IAS IPS ഓൾ ഇന്ത്യ സർവീസിലൊക്കെ വരുന്ന ആൾക്കാരാണ്. ഇവരെന്തോ 2ാം തരം ആൾക്കാരാണ് എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുന്നതായിട്ട് പല ആക്ഷേപങ്ങളും ഉയർന്നിട്ടുണ്ട്. KSകാരോട് വിവേചനം കാണിക്കുന്നു, അവരോട് മറ്റെന്തോ ഒരു നയമാണ് എടുക്കുന്നത്, ഞങ്ങളുടെ കീഴിൽ നേരിട്ട് വരുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ള തരത്തിലൊക്കെ ഒരു അധികാരത്തിൻ്റെ ഒരു ദുഷ്ടലാക്കില്ലെങ്കിൽ ഒരു ദുർമേധാവിത്വം കാണിക്കുന്നു എന്നുള്ളതൊക്കെ പരാതികളൊക്കെ ഉണ്ട്. ഈ പരിഗണിക്കുക, അതായത് ഒന്ന് ആലോചിച്ചു, 7 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 6-7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൺഫർ ചെയ്ത് IPS IAS ഒക്കെ IPS അല്ല IAS കിട്ടുന്ന ആൾക്കാരാണ് ഈ KSൽ ഇരിക്കുന്നവരെല്ലാം തന്നെ. ഡെപ്യൂട്ടി കളക്ടറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ അവർ കളക്ടറാവും. മനസ്സിലായില്ല? അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഇവർ. കേരളത്തിലെ ഏറ്റവും വലിയ പരീക്ഷ, സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതമായ ഒരു പരീക്ഷ എഴുതി പാസ്സായി വന്നവരാണ്. അവർ അത്രയും കഴിവുള്ളത് കൊണ്ടാണ് പാസ്സായിട്ട് വന്നിരിക്കുന്നത്. അവരവിടെ വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ചിത്ര ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണല്ലേ. മെഡിക്കൽ ഡോക്ടറായിട്ടുള്ള ആൾ ഈ സമൂഹത്തിന് സേവ ചെയ്യാൻ വേണ്ടിയിട്ട്, രാഷ്ട്ര സേവനത്തിന് വേണ്ടിയിട്ടാണ് ഈ വലിയ പരീക്ഷ എഴുതി വലിയ വിജയം കരസ്ഥമാക്കി വരുന്നത്. അതിന് പിന്നിൽ അവർക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എൻ്റെ വിദ്യാഭ്യാസം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും, ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയി വരുന്നത്. അപ്പോൾ അവരെ ആക്രമിക്കുക, അവർക്ക് നേരെ ഒരു സ്ത്രീ വിരുദ്ധ നിലപാടെടുക്കുക. ഇതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, മതം പറഞ്ഞ് വന്ന ആളാണ് മന്ത്രിസ്ഥാനത്തിരിക്കുന്നതെന്ന് ഓർക്കണം. ആ മതം ശാസിക്കുന്നത് സ്ത്രീ വിരുദ്ധതയാണ് എന്നുള്ളത് കൂടി ഓർക്കണം.
അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പ്രവണതകൾ, മതത്തിൻ്റെ പ്രവണതകൾ ഭരണത്തിലും അധികാരത്തിലുമൊക്കെ കുത്തി നിറയ്ക്കാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്ക് ധാർഷ്ട്യമാണോ എന്നുള്ള ചിന്തയൊക്കെ അവർക്ക് വരും, സ്വാഭാവികമാണ്. അല്ല, എവിടെ നിന്നാണ് ആ ഒരു ചിന്ത വന്നത്? കാരണം ആദ്യം ഈ ഒരു അവധിയുടെ ഒരു കത്ത് മേയർ വി രാജേഷിൽ നിന്നും പോകുന്നുണ്ട്, ആഭ്യന്തര വകുപ്പിലേക്ക് അതെ. പോകുന്നുണ്ട്. അപ്പോൾ അത് തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് ആദ്യം കാണുന്നതെന്ന് പറയുന്നുണ്ട്. കണ്ട് അവിടെ നിന്നാണ് ഇത് കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇത് പരിഗണിക്കേണ്ടതില്ല എന്നൊരു മറുപടി ചിത്രാ പി അരുണിമയിലേക്ക് എത്തുന്നത്. പക്ഷേ വകുപ്പ് മന്ത്രി പറയുന്നത് പോലെ തന്നെ അവിടുത്തെ അണ്ടർ സെക്രട്ടറി തദ്ദേശ വകുപ്പിന് ഷാനവാസ്, അപ്പോൾ അവിടെ നിന്ന് കെയും ഷാജിയും ഷാനവാസും ഒക്കെ പറഞ്ഞിട്ടും കേൾക്കാതെയാണ് ചിത്രാ പി അരുണിമ അവിടെ നിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് ഇത് അയക്കുന്നതെന്നാണ് പറയുന്നത്. അത് നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്. നിയമപരമായിട്ട് എന്താണ് അവിടെ പ്രശ്നം? എന്താണ്? ഒരു കൗൺസിലർക്ക് അവധി അനുവദിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ആർക്കാണ്? ഒരു കാര്യം ചോദിക്കട്ടെ, ആർക്കാണ്? കൗൺസിലിനാണ് പരമാധികാരം അതിൻ്റെ, ആണല്ലോ. ഉം. ഇനി കൗൺസിലറെ പുറത്താക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് അധികാരമുണ്ടോ? ഇല്ല. ഇല്ല. ആർക്കാണ് അധികാരമുള്ളത്? അത് ക- സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അധികാരമുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അധികാരവും ഇല്ലാത്ത കാര്യത്തിനകത്തേക്ക് മന്ത്രി കൈയടത്തേണ്ട കാര്യം എന്താ? അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഈ ചിത്രാ പി അരുണിമയ്ക്ക് അറിയാം എങ്ങനെയാണ് നിയമം പ്രവർത്തിക്കേണ്ടതെന്ന്. ആ നിയമത്തിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്തു. ആഭ്യന്തര വകുപ്പിലേക്ക് എത്തേണ്ടതാണത്. അവിടെ എത്തിയിട്ട് വേണം അവിടെ നിന്നാണ് തീരുമാനം എടുക്കാൻ. അത് മാത്രവുമല്ല, വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അവധി അനുവദിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ കൗൺസിലാണ്. കൗൺസിൽ തീരുമാനിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ ഹിതമാണ് കൗൺസിലിൽ നടപ്പിലാക്കുന്നത്. ജനങ്ങളല്ലേ, ജനങ്ങൾ തിരഞ്ഞെടുത്തവരല്ലേ ഭരിക്കുന്നത്. ആ ജനങ്ങൾ തിരഞ്ഞെടുത്തവർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനകീയമായിട്ടുള്ള ഒരു തീരുമാനം വരും. ആ തീരുമാനത്തിന് ഈ കൗൺസിലർ ജയിച്ചു, ഈ കൗൺസിലറായിട്ട് ജയിച്ചു എന്നുള്ളതാണ് അതല്ലോ ഇവരുടെ പ്രശ്നം. അതായത് സുഗതൻ ജയിച്ചു, സുഗതൻ ജയിക്കാൻ പാടില്ലായിരുന്നു. അതൊറ്റ കാര്യമല്ലേ ഇവിടെ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇനി സുഗതനോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഇത്. ഉം. ഇത് തീർച്ചയായും സുഗതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് അയോഗ്യനായി പോവുകയാണെങ്കിൽ അതൊരു ഭരണസമിതിയെ തന്നെ, അല്ലെങ്കിൽ ഒരു ഭരണത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയായിട്ടാണ് കാണുന്നത്. അതെ. അല്ലാതെ സുഗതനോട് ഇവർക്ക് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. സുഗതനോട് പ്രശ്നമുണ്ട്. സുഗതനോട് പ്രശ്നമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. 100ൽ 101% ഉറപ്പാണ്. സുഗതനോട് വൈരാഗ്യമുണ്ട്. സുഗതന് തക്കം കിട്ടിയാൽ തീർക്കാൻ പോലും ഇവർ മടിക്കില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത്ര ഒരു BJP-കാരനോട് ഈ ലീഗുകാരനായ മന്ത്രിക്ക് തീർത്താൽ തീരാത്ത പകയുണ്ടാവും. കൊന്നുകളയാൻ ഇവരുടെ മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്കേറെ പകയാണ് ലീഗുകാർക്ക് BJP-യോടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഇത് നമ്മൾ ഫലം കണ്ടല്ലോ. പൊന്നാനിയിൽ നിന്ന് കുറേ പിള്ളേർ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് പറഞ്ഞല്ലോ, BJP-യുടെ 3 MLA-മാരുണ്ടായി, അതിൽ കൂടുതൽ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ, ഞങ്ങൾ കലാപം ഉണ്ടാക്കുമെന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. വേറൊരുത്തൻ പോയിട്ട് മലപ്പുറത്ത് നിന്ന് പോയിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അന്ത്യകൽപ്പന ഇതെന്താ ലോകാവസാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് പാറ്റകൾ വന്നിരിക്കുന്നത്, അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ലോകാവസാനം കാണാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമസ്ത ചരാചരങ്ങളും ഇല്ലാതായി എല്ലാം നശിച്ച് മനുഷ്യർ നിലവിളിച്ചൊടുങ്ങുന്നത് കാണാൻ വേണ്ടി ഞാൻ വന്ന് നിൽക്കുകയാണ്, അതിൻ്റെ തുടക്കം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഒരുത്തം പറയുമ്പോൾ അവൻ്റെയൊക്കെ മനസ്സിലെ ഉള്ള ഒരു ക്രിമിപ്പുണ്ടല്ലോ, ദുഷിച്ച അവസ്ഥ, അതെന്താണെന്ന്. ഇവിടെ ഒരു വസന്തം വരുന്നു, വലിയ മാറ്റം വരുന്നു, വലിയ വിപ്ലവം വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്ക് അംഗീകരിക്കായിരുന്നു. ശരി, മനസ്സിൽ നല്ല ചിന്തയാണല്ലോ ഉള്ളത്. ഇത് ലോകാവസാനത്തിൻ്റെ പ്രതീകത്തെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു ഒരുത്തൻ. അപ്പോൾ ഇത് മതമാണെന്ന് പ്രശ്നം എന്ന് പറഞ്ഞ ഒരാൾക്ക് വർഗീയവാദി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ KM ഷാജി. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ഞങ്ങൾ വാ എന്ന് വിളിക്കാം, വർഗീയവാദി എന്ന് വിളിക്കുന്നില്ല, വാ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചുരുക്കപ്പേരാണല്ലോ. ഏതായാലും ആ മന്ത്രിയുടെ മനസ്സിൽ നിന്നുണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ചിന്തയാണെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു ഇതാണ്. നമ്മളൊരു മേധാവിത്വത്തിൻ്റെ, ഒരു അധികാര ദുർവിനിയോഗത്തിൻ്റെ തലത്തിലേക്കൊക്കെ ചുരുങ്ങിപ്പോവുക എന്ന് പറയുന്നത് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എതിര് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ, നിയമം പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ഉദ്യോഗസ്ഥയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുക, തൻ്റെ അധികാരം മാത്രം നടപ്പിലാക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു വീക്ഷണമല്ല. അത് ഭരണത്തെ ശരിയായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കില്ല എന്നുള്ളതാണ്. ഒരു KS ഓഫീസറെ സസ്പെൻഡ് ചെയ്യാൻ റൂൾ നമ്പർ 10A വെച്ച് 27 മണിക്കൂറിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയെ കൊണ്ട് ഉത്തരവിറക്കിച്ച്, അത് ആരുടെ സമ്മർദ്ദമാണെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് KS വന്നതിന് ശേഷം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വന്നതിന് ശേഷം ആദ്യമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരാളാണ് ചിത്രാ പി അരുണിമ. അത് മാത്രവുമല്ല, ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഒരു സ്ത്രീ വിരുദ്ധത ഇതിൽ വ്യക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽപ്പെട്ടവരുണ്ട്, പല വിധത്തിലുള്ള അഴിമതി കേസിൽപ്പെട്ടവരുണ്ട്, അവരൊക്കെ സുഖമായി സർവീസിൽ തുടരുന്നുണ്ട്.
അത് കേരളത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടെല്ലാം ഒരു പ്രശ്നവുമില്ലാതിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫയലിൽ നിയമപരമായിട്ടുള്ള ഒരു കാര്യം തേടി അവർ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ മന്ത്രിക്ക് ഈ കേസ് പോട്ടെ, ഒരു PSC പരീക്ഷ എഴുതി യോഗ്യത വിജയിക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടോ? അതിനുള്ള കഴിവെങ്കിലും ഉണ്ടോ? മന്ത്രിയാവാം, ഓക്കെ ശരി, അണികളോട് വർഗീയമായിട്ട് വികാരം ഉണർത്തുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് വോട്ട് നേടി അധികാരത്തിലേക്ക് എത്താം. പക്ഷെ അതും മതത്തിൻ്റെ മാത്രം പിന്തുണയിൽ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലാതെ സിവിൽ സർവീസ് എഴുതിയെടുത്തിട്ട് ആ സിവിൽ സർവീസിൻ്റെ ഒരു പരീക്ഷ പാസ്സായി വരാനുള്ള യോഗ്യതയുണ്ടോ, അതിനുള്ള കഴിവുണ്ടോ, അതിനുള്ള ശേഷിയുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. ഇവരെ എന്താ പറയുന്നത്, ജൻസികൾക്കൊപ്പമാണെന്നൊക്കെയല്ലേ പറയുന്നത് UDFും കോൺഗ്രസും ഒക്കെ. ഇതാണോ ജൻസികളോട്, ഇല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഏറ്റവും മാതൃകാപരമായിട്ട് യുവതയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ഭരണത്തിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയ ഒരാളോട് എടുക്കുന്ന സമീപനം, ഒരു സ്ത്രീയോട് എടുക്കുന്ന സമീപനം, അതാണ് അവരുടെ സമീപനമെങ്കിൽ അവർ മേലിൽ പറയരുത് ഞങ്ങൾ യുവാക്കൾക്കൊപ്പമാണ്, പൊതുജനതയോടൊപ്പമാണ്, പുതുതലമുറയോടൊപ്പമാണെന്ന് പറയരുത്. അത് വെറും നാട്യമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകും. ഇവരുടെ KM ഷാജിയെ പോലുള്ള മന്ത്രിമാരുടെയൊക്കെ മൂടുപടം പൊളിഞ്ഞു വീഴുന്നത് ഇങ്ങനെയാണ്, അത് ജനങ്ങൾ കാണുന്നുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.